ഇന്നാട്ടോ നമ്മളെ പരിപാടി കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് കോഴിക്കോട് ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ട് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ നമ്മളൊരു ഡാൻസ് ഉണ്ട്. അങ്ങനെ നേരത്തെ നമ്മൾ വടകരെത്തി അവിടെ നിന്ന് ലെനേന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. രാത്രി 7 മണിക്കാണ് നമ്മളെ പരിപാടി. പക്ഷേ നമ്മളോട് ഉച്ചയ്ക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടോ. നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം വരെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഭാസ്കരേട്ടൻ്റെ സർബത്ത് കടയിൽ പോയി നല്ല മിൽക്ക് സർബത്തൊക്കെ കുടിച്ച് തിരിച്ച് വന്നിട്ടോ. പിന്നെ നമ്മളെ മേക്കപ്പും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേ. എല്ലാവരെയും നോക്കങ്ങൾ അടിപൊളിയായിക്കില്ലേ? വണ്ടിയില്ല ഗൈസ്, ഞങ്ങൾക്ക് വണ്ടിയില്ല ഗൈസ്. എന്ത് ചെയ്യും ഞങ്ങൾ? എല്ലാം പോയി. നമ്മൾ കുറച്ചവിടെ കാത്തു നിൽക്കുമ്പോഴേക്ക് അനൂപേട്ടൻ പയ്യോളിന്ന് വണ്ടിയും കൊണ്ടുവന്നിട്ടോ. പിന്നെ നമ്മൾ ബീച്ചിൽ പോയി പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി നമ്മളെ പയ്യോളിക്ക് തിരിച്ച് വരികയാണേ. ഹിറ്റ്ലർ മാധവൻകുട്ടിയിലില്ലേ, മമ്മൂട്ടി 5 പെങ്ങന്മാരും അതുപോലെ ഇവിടെ അനൂപേട്ടനും 6 പെങ്ങന്മാരും പോലെ അന്നേ ഞങ്ങളെ പയ്യോളിക്ക് തിരിച്ച് കൊണ്ടുവരുന്നത്. വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഈശ്വര ഇപ്പുള്ള റോഡിയാണോ ഞാൻ വന്നതെന്ന് വിചാരിച്ചിട്ട് എന്തോ അനൂപേട്ടൻ തലക്ക് കൈയും കൊടുത്തിരിക്കുന്നത്. പിന്നെ മേശയ്ക്ക് ചുറ്റും ഒരു യുദ്ധം തന്നെ കേട്ടോ നടന്നേ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്ക് എൻ്റെ ഉള്ളിയും കക്കിരിയും ഒന്നും പ്ലേറ്റില്ല, എല്ലാം ഇവരങ്ങ് എടുത്ത് കിട്ടും. കലോത്സവങ്ങൾക്കൊന്നും പോവാണ്ട് തീറ്റ മത്സരത്തിൽ പങ്കെടുത്താൽ ഇതിൽ 6 ആക്കും വിജയം ഉറപ്പാട്ടോ. തീറ്റ ഈ ഒരു ടേബിളിന് ചുറ്റും നടന്നു കൊടുക്കുന്നത്. പൊറോട്ടയും ചിക്കനും തിന്നുന്നതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ദഹിക്കാൻ കുറച്ച് കക്കിരി ഉള്ളിയും കിട്ടുമെന്ന് അവർ പിന്നെയും ചോദിക്കുന്നത്. അജന്യ പകുതിയും വലിച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കെങ്കിലും അതൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ രണ്ടാളും മറ്റേ പെരുമ്പാവിനെ കളി കളിക്കുന്നത്. എന്തിനാ എന്ത് പറ്റി നമ്മളാ അത് ഗുളിക കുടിച്ചിട്ടില്ല. അങ്ങനെ ഏകദേശം അരമണിക്കൂർ കൊണ്ട് ആ മേശമേൽ വന്ന പൊറോട്ടയും ചിക്കനും ഒക്കെ എല്ലാവരും കൂടിയും കാലിയാക്കിക്കേ. പിന്നെ ഇതാ ആർക്കും നടന്നുകൂടാ. അജന്യൊക്കെ നോക്ക് നടന്നുകൂടാണ്ടാ വരുന്നത്. മീനും കണ്ട ബെൽറ്റ് വരെ ലൂസാക്കേണ്ട അവസ്ഥയാണ്. സാന്ദ്രക്കൊന്നും തീരെ നടന്നൂടെ, എങ്ങനെയല്ലോ ഏങ്ങിപ്പിടിച്ചൊക്കെ നടന്നു വരിക കേട്ടോ. ഇത് ദഹിക്കാൻ വേണ്ടി ഒരു സ്പ്രൈറ്റും വാങ്ങി വലിയ കുപ്പി. അങ്ങനെ ഹിറ്റ്ലർ മാധവൻകുട്ടി 6 പെങ്ങന്മാരും തിരിച്ച് പയ്യോളിക്ക് വരിക കേട്ടോ. സമയം ഏകദേശം 1 മണി ആവാനായി.